പ്രിയപ്പെട്ടവരെ നമസ്കാരം. അതിദാരുണമായ ഒരു സംഭവം നടന്നൊരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. നമ്മുടെ കണ്ണൂർ ജില്ലയിൽ, അത് എൻ്റെ നാടായ കുമ്പത്തിലാണ്. കണ്ണൂർ ജില്ലയിലെ കൂടാളിക്കടുത്ത് കുമ്പത്തിലാണുള്ളത്. അപ്പോൾ ഇന്നലെ വൈകിട്ട് ബാംഗ്ലൂരിൽ നിന്ന് ഒരു 5 മക്കൾ ഇങ്ങനെ 4 ജീവൻ ഇന്നലെ രാത്രി തന്നെ ആ തോട്ടത്തിൽ തന്നെ പൊലിഞ്ഞു പോയൊരു സംഭവമാണ് ഇവിടെ കാണുന്നത്. ഞാൻ കാണിച്ചു തരാം. എനിക്ക് അത്രയും അതിദാരുണമായതാണ്. എനിക്ക് ശരിക്കും ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ കയ്യും കാലും എല്ലാം വിറക്കുന്നതാണ്. അപ്പോൾ എന്താ പറയേണ്ടതെന്ന് പോലും അറിയില്ല. അപ്പോൾ ബാംഗ്ലൂർ ടു മൈസൂർ, കൂട്ടുപുഴ, അതുപോലെ ഇരിട്ടി, മട്ടന്നൂർ വഴി കണ്ണൂരേക്ക് വരുന്നതാണ്. ആ മക്കൾ എന്ന് പറഞ്ഞാൽ ആരതോ അവരുടെ ഫ്രണ്ട്സിൻ്റെയോ മറ്റോ കല്യാണത്തിന് വരുന്നതാണ്. അപ്പോൾ കണ്ണൂർ ടു എയർപോർട്ട് റോഡാണിത്. കുമ്പത്തിൽ, ചാലോട് കഴിഞ്ഞ് കുമ്പത്തിൽ കൂടാളി ചാലോടിൻ്റെയും നടുക്ക് കുമ്പത്തിലാണ്. ഈ ഒരു കാഴ്ച ആരെയും കരയിപ്പിക്കും. കണ്ടു നിന്നവരൊക്കെ വിറച്ച് അങ്ങനെയുള്ളൊരവസ്ഥയാണ്. എന്തായാലും ഞാൻ ആ കാഴ്ച കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇനിയുള്ള മക്കൾ, നിങ്ങൾ അച്ഛനമ്മമാർക്ക് സ്നേഹം കൊടുത്ത് അല്ലെങ്കിൽ സന്തോഷം കൊടുത്തിട്ടില്ലെങ്കിലും നിങ്ങൾ അവരുടെ ജീവൻ പോകുന്നത് വരെയും അവർക്ക് തീരാ വേദനയായി മാറാതിരിക്കുക. അതേ എനിക്ക് പറയാനുള്ളൂ. അത്രയും ഭയങ്കര സങ്കടത്തിലാണ് ഈ സ്ഥലത്ത് നിൽക്കുന്നത്. എന്തായാലും നമുക്ക് ആ കാഴ്ച ഒന്ന് കാണാം. 2026 ജൂലൈ 10 രാത്രി 11:10 11:30 ഇടയിലുണ്ടായ അതിദാരുണമായ ഒരു ആക്സിഡൻറ്റിൻ്റെ ദൃശ്യമാണ് ഈ കാണുന്നത്. ഇത് നടന്നത് കണ്ണൂർ ജില്ലയിലെ കൂടാളി പഞ്ചായത്തിലെ കുമ്പത്തിലാണ്. എൻ്റെ നാട്. എൻ്റെ വീട്ടിൽ നിന്ന് ജസ്റ്റ് 1 കിലോമീറ്റർ മാത്രം. അപ്പോൾ ഈ ആക്സിഡൻറ്റിൻ്റെ ദൃശ്യങ്ങളും ന്യൂസുകളും എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കാണും. ഞാനും അതേപോലെ തന്നെ കണ്ടതാണ്. അപ്പോൾ ഞാൻ രാവിലെ പോയി ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ കാരണം ഇനിയുള്ള മക്കളെങ്കിലും ഇതൊക്കെ കണ്ടിട്ടൊന്ന് പഠിക്കട്ടെ എന്ന് കരുതിയിട്ടാണ്. ഇത് ഇച്ചിരി ലോങ്ങായ വീഡിയോ ആണ്. എന്നാലും ഈ ഒരു ദാരുണമായ ആക്സിഡൻറ്റിൻ്റെ ഈ ദൃശ്യം കാണുമ്പോൾ തന്നെ മനസ്സിലൊരു ഭയം ഉണ്ടെങ്കിൽ ഇനി വണ്ടി ഓട്ടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കും. വണ്ടി കയ്യിൽ കിട്ടുമ്പോൾ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ, എൻ്റെ മക്കളായാലും മറ്റുള്ള മക്കളായാലും എല്ലാവരും ഒരേപോലെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു വലിയ മരത്തിനാണ് വണ്ടി ഇടിച്ച് കയറി കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല ഈ മരം റോഡിന് തൊട്ട സൈഡല്ല, റോഡിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ്. നിങ്ങൾക്ക് ഈ ദൃശ്യം കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ എനിക്ക് തോന്നുന്നത് അവിടുന്ന് കുറച്ച് ആൾക്കാർ പറഞ്ഞതും ഒക്കെ ഇങ്ങനെയാണ്, വളരെ അധികം ഓവർ സ്പീഡിൽ വന്നതാണ്. അപ്പോൾ അടിച്ച് വണ്ടി അങ്ങോട്ട് കറങ്ങിത്തിരിഞ്ഞ് ആ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ആ സ്പോട്ടിൽ തന്നെ 4 മക്കളുടെ ജീവൻ നഷ്ടമായിട്ടുണ്ട്. ഒരാൾ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ ഉണ്ട് എന്ന് പറയും. ബാംഗ്ലൂർ, മൈസൂർ, വീരാജ്പേട്ട, കൂട്ടുപുഴ, ഇരിട്ടി, മട്ടന്നൂർ വഴി വരുന്ന റോഡാണ് ഇത്. ഇത്രയും ലോങ്ങിൽ നിന്ന് കാണാൻ പറ്റും. നമുക്കിവിടെ ഒരു മരം ഉണ്ടോ അല്ലയോ എന്ന് ഇവിടെ തന്നെ കാണാൻ പറ്റും. ഇത്രയും ദൂരത്തു നിന്ന് തന്നെ കാണാൻ പറ്റും. ഇവിടെ അങ്ങനെ ഒരു വളവോ കാര്യമൊന്നുമില്ല. അപ്പോൾ ഇത്രയും സ്പീഡിൽ വരുന്ന ആ ഒരു സമയത്ത് സംഭവിച്ചൊരു, അതായത് വളരെയധികം ശ്രദ്ധക്കുറവാണ് ഈ ഒരു സംഭവം. അപ്പോൾ വളരെയധികം ശ്രദ്ധക്കുറവാണ് ഈ കാണുന്നൊരു അവസ്ഥക്ക്, ഈ ദാരുണമായ ഒരു അവസ്ഥക്ക് കാരണം. കണ്ടോ, ഇത് കണ്ണൂരേക്ക് പോകുന്ന കൂട്ടുപുഴ, ഇരിട്ടി, മട്ടന്നൂർ വഴി കണ്ണൂരേക്ക് പോകുന്ന റോഡാണ്. ഇത്രയും ദൂരം വളവൊന്നുമില്ല, നല്ല സ്ട്രെയിറ്റ് റോഡാണ്. അപ്പോൾ ഈ മക്കളുടെ ഒരു ശ്രദ്ധക്കുറവ് തന്നെയാണ് ഇതിന് കാരണം. ഇന്നലെ ഈ സമയം ഓടിച്ചാടി നടന്ന ആ പൊന്നു മക്കൾ എന്തുമാത്രം എക്സൈറ്റ്മെൻറ്റോട് കൂടിയായിരിക്കും ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടാവുക. കല്യാണത്തിന് കൂടുതലും കല്യാണത്തിൻ്റെ ഫങ്ഷൻസിൽ ഡാൻസ്, പാട്ട് ഇതൊക്കെ ചെയ്യാന്നുള്ള എന്തൊക്കെ ചർച്ച ചെയ്തിട്ടായിരിക്കും ആ മക്കൾ നാട്ടിലേക്ക് തിരിച്ചതും. യാത്രാമധ്യം എന്തൊക്കെയായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക. എല്ലാം പൊലിഞ്ഞു. എന്തായാലും മന്ത്രി ശ്രീ സണ്ണി ജോസഫ് സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. എനിക്ക് പോകാമല്ലോ അല്ലേ? ക്യാമറ എവിടെ ഉണ്ട്? 4 പേര്, ഒരാൾ ആശുപത്രി, പെൻസിലി 5 മൊത്തം ഉണ്ടായി. പങ്കെടുക്കാൻ വേണ്ടി
ഈ ആക്സിഡന്റ് നടന്നതിന്റെ തൊട്ട സ്ഥലത്താണ് ഞാനുള്ളത്. അതുമാത്രമല്ല ഈ ആക്സിഡന്റ് ഈ ബാബുവേട്ടന്റെ വീട്ടിന്റെ തൊട്ട മുന്നിലാണ് നടന്നത്. തൊട്ട മുന്നിലല്ല, തൊട്ട ഒരു ഒറ്റൊരു ഗേറ്റിന്റെ ഒരു എന്താ പറയേണ്ടത് അല്ലേ, ഒരു 2 മീറ്റർ ഗ്യാപ്പിൽ അല്ലേ. ആ, അപ്പൊ ഇന്നലെ നിങ്ങൾ കണ്ടൊന്ന് അനുഭവം എന്ന് പറഞ്ഞു. കണ്ടെന്ന് വെച്ചാൽ നല്ലൊരു ഞാൻ ഒരു 11 മണിയൊക്കെ കിടന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് സൗണ്ട് കേട്ടിട്ടാണ് പിന്നെ നോക്കി. അപ്പോൾ ഞാൻ ആദ്യം ഉദ്ദേശിച്ച വർക്കേരിയ വാർത്തപ്പോൾ ആ സൗണ്ട് കേട്ടിരുന്ന പുറത്ത് വന്നു. അപ്പോൾ ആൾക്കാർ വെള്ളം എന്ന് പറഞ്ഞാൽ ഓടി വരുന്നു, വെള്ളം ബക്കറ്റ് എടുക്കൊക്കെ വരുന്നു പറഞ്ഞു. അങ്ങനെ പൈപ്പിൽ ഓടിച്ച് ഇതുണ്ടായിരുന്നു, വെള്ളമുണ്ട്. ഓട്ടത്തിൻ്റെ പോസ് മൊത്തത്തിൽ പൈപ്പ് കൊണ്ടാണ് അവിടെ വെള്ളം അടിച്ചു. അപ്പോൾ നല്ല പുക വരുന്നുണ്ടായിരുന്നു. വെള്ളം അടിച്ചുകൊണ്ട് പുകന്ന് ഒരു അരമണിക്കൂറോ വെള്ളം അടിച്ചു. നല്ല ഹോസിൽ വെള്ളം ഉണ്ടായിരുന്നു. അങ്ങനെ അത് പുക കുറഞ്ഞപ്പോഴാണ് പിന്നെ ഇവിടെ പാര ഉണ്ടായിരുന്നു, വാർക്കുകാരെ. ആ പാര എടുത്തിട്ട് ബാക്കിൽ ഡോറിൻ്റെ തുറന്നിട്ട് ആ ബാക്കിൽ ആൾക്ക് പുറത്ത് ഒരാൾ റോഡ് വീണ്ടുണ്ടായിരുന്നു, റോഡിലാണ് അയാൾ പോയിരുന്നു. പക്ഷെ ഒന്നുമില്ല. രണ്ടാമത്തെ ആളെ പുറത്തെടുത്ത് മൂന്നാമത്തെ ഡോർ തുറക്കാൻ കഴിയുന്നില്ല. അപ്പോഴേക്കും ഫയർ വന്നിട്ട് അവർ പൊളിച്ചിട്ടാണ് മൂന്നാമത്തെ ആളെ. അവർ ആദ്യം സൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നു, അമ്മ അച്ഛനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് എന്തെങ്കിലും പറഞ്ഞത് ഒരു മലയാളിയുള്ളൂ, മറ്റേ അവർ ബാംഗ്ലൂരാണ്, മറ്റുള്ളതല്ലോ 4 ബാംഗ്ലൂരാണെന്ന് പറയുന്നത്. അല്ല യു പി എന്നെല്ലാം പറയുന്നുണ്ട്. യു പിയിലെ വണ്ടി രജിസ്ട്രേഷൻ തോന്നുന്നുണ്ട്, കാരണം ബോർഡ് കാണുന്നതാണ്. അതല്ല, ബാംഗ്ലൂരാണ് 4 പേര്. എന്നിട്ട് അപ്പോൾ ഈ മൂന്നാമത്തെ ആളെ എടുത്തപ്പോഴത്തേന് അവർ ആദ്യം ജീവനെ കുറച്ച് ഇതുണ്ടായിരുന്നു, അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എടുക്കാം ഫയർ സർവീസ് വന്ന് ആൾക്കാരെ ഒന്ന് എടുക്കുമ്പോഴേക്കന്നെ അയാൾ പോയി തോന്നി. കാരണം റോഡ് വലിച്ചിട്ട് ഒരു ഡെഡ് ബോഡി ഇട്ടുന്നവരെ എടുത്തത് സെക്രട്ടറി കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പം 4മത്തെ ആളെ ഡ്രൈവർ അവരൊന്നുമില്ല, അവർ കംപ്ലീറ്റ് എല്ലാം വയറൊക്കെ ചാടി പോകായിരിക്കും പൊട്ടി. ആ അങ്ങനെ ഉണ്ടായിരുന്നു കംപ്ലീറ്റ്. അവർ പിന്നെ ഒന്നുമില്ല, ഇവിടെ നിന്ന് ഒന്ന് കംപ്ലീറ്റ് ഇതായിരുന്നു. ഇവിടെ തന്നെ അയാളെ ലാസ്റ്റ് എടുത്തു, പിന്നെ അയാളെ കൊണ്ടുപോയി. അപ്പോൾ പോലീസുകാർ ആൾക്കാർ വന്നിട്ട്. പിന്നെ എത്ര പ്രായം ഉണ്ടാവും ഏകദേശം? ഇതെല്ലാം ചെറുപ്പക്കാർ, അതിപ്രായമൊന്നുമില്ല, ചെറുപ്പക്കാർ. അവർ കോളേജിലൊക്കെ പഠിക്കുന്ന വിട്ട ആൾക്കാർ, പരിചയമുള്ള ആൾക്കാരെ. ഇവിടെ ഒരു കല്യാണം ഉണ്ട്, അലവര് ഒരു പാർട്ടിയുടെ കല്യാണത്തിന് വേണ്ടി ഇവർ കൊണ്ടുവന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട്. ഓ, വല്ലാതെ ഒരു കഷ്ടമായി പോയല്ലേ. ശരിക്കും എനക്കുണ്ടല്ലോ ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ കൈയെല്ലാം വിറക്കുന്നു, കയ്യും കാലം വിറക്കുന്നു. അതെ, ഇന്നലെ അപ്പൊ നിങ്ങളുടെ അവസ്ഥ ഞാനിങ്ങനെ ആലോചിച്ച്, ഞാൻ നിങ്ങളെ ന്യൂസിൽ കണ്ടിരുന്നു, മാതൃഭൂമി ന്യൂസിൽ കണ്ടിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചതാണ് നിങ്ങളുടെ അവസ്ഥ. അത് മാത്രല്ല, നമ്മളിപ്പം ദൂരെ നിന്ന് തന്നെ ഈ മരമൊക്കെ കാണുന്നുണ്ടല്ലോ, ഇതിന്റെ കൂടി ഒരു വളവോ കാര്യമൊന്നുമല്ലല്ലോ. അതില്ലെങ്കിലും അവർ ഒരാൾ പറഞ്ഞിട്ട് അവിടുത്തെ CCTV ക്യാമറയിൽ ഓപ്പോസിറ്റ് വണ്ടി വന്നു. ഫ്ലാഷ് ലൈറ്റ് കൊണ്ട് ഇത് കണ്ണിലായിട്ടാണ് കണ്ട് വെട്ടിച്ചെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു, യഥാർത്ഥം അറിയില്ല. ഞങ്ങൾ ഈ സംഭവം നടന്നതിന് ശേഷം ഞങ്ങൾ അറിയുന്നത്, അതിന്റെ യഥാർത്ഥം അറിയില്ലല്ലോ. ഞാൻ ഇവിടെ CCTV ക്യാമറ പുറത്ത് കാണുന്നില്ല, ഇവിടെ മരമുള്ളതുകൊണ്ട് CCTV ക്യാമറ നേരെയുണ്ട്. അല്ല, നിങ്ങൾ കിടന്നിരുന്നു ഇവിടെ CCTV പുറത്ത് കാണും, ഇവിടെ വരെ ഇത്രേ കാണുമല്ലോ. അതുകൊണ്ടാണ്. അപ്പൊ ഏകദേശം കറക്റ്റ് എത്ര മണിക്കാണ്? 10 ശേഷം. അപ്പൊ എന്തായിരുന്നു നിങ്ങൾ കേട്ട ശബ്ദം? സൗണ്ട് ഞാൻ കരുതില്ലേ, പിന്നെ ബാക്ക് സൈഡില് ഇന്നലെ വാർത്തത് അത് മൊത്തം അതും ആ ഭാഗം തികച്ചും വീണെന്നാണ് ഉദ്ദേശിച്ചത്. അതാ ഉദ്ദേശിച്ചത്. ഈ കാണുന്ന ഈ ബാബുവേട്ടന്റെ വീടിന്റെ തൊട്ട് ഇതാ കാണുന്ന ഈ വീഡിയോയില് എനിക്ക് കൈവറക്കുന്നു. വീഡിയോയിൽ എത്രമാത്രം കാണുമെന്ന് മനസ്സിലാകുന്നില്ല. കാർ റോഡ് തന്നെ. അതെ, ഇതാണ് 5 മീറ്റർ അത്രയല്ലേ. അതെ, ആൾക്കാരെല്ലാം നിന്നിട്ട് കണ്ടോ. അപ്പോൾ എന്തായാലും ബാബുവേട്ട ഒരുപാട് നന്ദിയുണ്ട്. ഈ കാണുന്ന വലിയൊരു മരത്തിനാണ് വണ്ടി അടിച്ചാൻ കയറി കൊടുത്തിരിക്കുന്നത്. വണ്ടി അടിച്ചിട്ട് വട്ടം കറങ്ങിയിരിക്കുന്നു. ഈ ഒരു സ്ഥലത്ത് വളവോ കാര്യമൊന്നുമില്ല, വളവോ കുന്നറക്കോ ഒന്നുമില്ല. അപ്പോൾ വളരെയധികം ദൂരെ നിന്ന് തന്നെ ഈ മരങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നത് തീർച്ചയായിട്ടും കാണാം. എന്ത് സംഭവിച്ചു എന്ന് നമുക്കിപ്പം അറിയില്ല. അപ്പോൾ അറിയാത്ത കാര്യം പറയാനും താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ ലോങ് ആയിട്ടുള്ള, അതായത് ബാംഗ്ലൂരിൽ നിന്ന് വന്ന് കണ്ണൂരേക്ക് പോകുന്ന ആ റോഡാണിത്. ലോങ് ആയിട്ട് തന്നെ ഈ ഒരു സ്ഥലം കാണാൻ പറ്റും. റോഡ് സൈഡല്ല ഈ മരം ഉള്ളത്, റോഡിൽ നിന്ന് കുറച്ച് മാറിയിട്ട് കണ്ട ഗ്യാപ്പ് കണ്ട. അപ്പോൾ ഇങ്ങനെ മാറിയിട്ടാണ് ആ മരം ഉള്ളത്. അപ്പോൾ അത് എനിക്ക് തോന്നി മക്കളുടെ ശ്രദ്ധക്കുറവ് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എന്തായാലും ആ പൊന്നുമക്കളുടെ ജീവൻ പോയി. ഇനിയുള്ള മക്കൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കണ്ടിട്ടെങ്കിലും ഒന്ന് ശ്രദ്ധിച്ച് ഇരുന്നെങ്കിൽ വീട്ടിലിരിക്കുന്ന അച്ഛനമ്മമാർക്ക് തീരാ ദുഃഖമായി മാറാതിരിക്കാൻ ഇനിയുള്ള പൊന്നുമക്കളോട് ഒരപേക്ഷ, എത്ര അപേക്ഷിച്ചിട്ടും കാര്യമില്ലെന്നറിയാം, എങ്കിലും വളരെയധികം ശ്രദ്ധിച്ചിട്ട് വണ്ടി ഓട്ടണം പൊന്നുമക്കളെ. ബാബുവേട്ടൻ്റെ ചെറിയൊരു മതിലിൻ്റെ
തൊട്ടപ്പുറമാണ് ഈ കിടക്കുന്നത്. വണ്ടി കണ്ടില്ലേ ആക്സിഡൻ്റ് ആയിട്ട്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഭാഗം, ഈ ആക്സിഡൻറ്റിൻ്റെ ആ ഒരു പ്രകമ്പനം കൊണ്ട് ഇവരുടെ വീട്ടിൻ്റെ ഏണിയൊക്കെ വീണിട്ടുണ്ട്. അതൊക്കെ എനിക്ക് കൈവറക്കുന്നു. ഇത് ഇതല്ലേ അതൊക്കെ എത്രയോ 10-15 മിനിറ്റ് ഉണ്ടാവില്ലേ ഉണ്ടാവും. അല്ല ഇതിപ്പോ നേരെ ഇവിടുന്നല്ലേ? അപ്പൊ അതെ 10 മീറ്റർ ഇല്ലപ്പോ. അതെ ആ മരം അവിടെ അവിടുന്ന് ഇവിടത്തേക്ക് തെറിച്ച് വീണാണ് ഇത്. ലൈറ്റിന്റെയും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. നല്ല സ്പീഡാണ്. അതുപോലെ ഈ ഏണി കുത്തനെ വെച്ച് അല്ലേ, അത് മറിഞ്ഞു വീണ്. ഓ ആ രാത്രി വെച്ച കേട്ടു അല്ലേ? ഇത് വീണെന്ന് ആൾക്കാർ വെള്ളം എടുക്കും ബക്കറ്റ് എടുക്കുന്നത്. അപ്പൊ അവര് ക്ലബിലെ ആൾക്കാരുണ്ടാവും അല്ലേ? ഓ അവരിപ്പോ രാത്രി ഫുട്ബോൾ കാണുന്നില്ലേ, അവര് ഫുൾ ടൈം കൂടി ഉണ്ടാവും. ഉറങ്ങിപ്പോ പൈപ്പ് ഇട്ടുകൊണ്ട് രക്ഷപ്പെട്ട്, അല്ലെങ്കിൽ കത്തുമായിരുന്നു. പിന്നെ ഈ പൈപ്പാന്ന് എടുത്തിട്ട് എന്തൊരവസ്ഥ. എന്നാലും നിങ്ങളെയും കുടുംബത്തിന്റെ ആ ഒരു അവസ്ഥ, ഇന്നലത്തെ ഒരു അവസ്ഥ ഇപ്പോഴും ആ ഷോക്ക് തന്നെയല്ലേ ഉള്ളത് അല്ലേ? കാണാൻ പറ്റില്ല. ഇവിടെ ഒരു ക്ലബ്ബുണ്ട്. അവിടെ ഫുട്ബോൾ കളി കാണാൻ വേണ്ടിയിട്ട് നമ്മളെ സുഹൃത്തുക്കളായ കുറേ മക്കളുണ്ട് അവിടെ. രാത്രി ലേറ്റാകുന്നവർ ഉള്ളതുകൊണ്ട്, അതുപോലെ തന്നെ ബാബുവേട്ടൻ്റെ ഒക്കെ സംയോജിതമായ ഇടപെടൽ കൊണ്ട് അഗ്നിഗോളമാകുന്ന ആ ഒരു സാഹചര്യം ഒഴിവാക്കാൻ പറ്റി. അതുപോലെ തന്നെ പകലാണെങ്കിൽ ഇതിലൂടെ ഒരുപാട് കുഞ്ഞു മക്കൾ നടന്ന് സ്കൂളിലൊക്കെ പോകുന്ന, അതുപോലെ ജോലിക്കൊക്കെ പോകുന്ന ആ ഒരു വൻ ദുരന്തം തന്നെ ഒഴിവാക്കാൻ കഴിഞ്ഞു. എന്തായാലും ഈ 4 മക്കളുടെ ജീവൻ പോയതിൽ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. പിന്നെ ഇനിയുള്ള മക്കൾ വളരെയധികം സൂക്ഷിക്കണം. എത്ര കണ്ടാലും പഠിക്കാത്തതാണ് നമ്മുടെ മക്കൾ. കുറച്ചൊന്ന് 5 മിനിറ്റ് ലേറ്റായിട്ട് എത്തിയാലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഇത്രയും സ്പീഡിൽ പോയാലെന്ന് പറഞ്ഞാൽ ജീവൻ പൊലിയുമ്പോൾ ആ കുടുംബത്തിന് തീരാ നഷ്ടമായിരിക്കും. ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത അവസ്ഥ. ഭയാനകമായ ദൃശ്യം കാണുമ്പോഴെങ്കിലും, കണ്ടുകൊണ്ടിരിക്കുമ്പോഴെങ്കിലും നമ്മുടെ കുഞ്ഞും മക്കളൊന്ന് ശ്രദ്ധിക്കട്ടെ, ഒന്ന് പേടിക്കട്ടെ എന്ന് ആശിച്ചു പോകുന്നു.